ഇനി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷമുള്ള ഒരു കാര്യം, ഈ രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുകയാണ്. ലയണൽ മെസ്സി അടക്കം കേരളത്തിലേക്ക് വരും. അടുത്ത വർഷം 2 സൗഹൃദ മത്സരങ്ങളാണ് നടക്കുക. എതിർ ടീം ആരെയെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ തന്നെ നേതൃത്വം നൽകും. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മത്സരം നടത്താൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും 1.5 മാസത്തിന് ശേഷം അർജന്റീൻ ടീം കേരളത്തിലെത്തി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ വ്യക്തമാക്കി. 2025 ഇന്ത്യയിൽ അർജന്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്ന് ഉദ്ദേശിച്ചത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുന്നത്. ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൽദോ, ഈ ലോകകപ്പ് സമയത്തൊക്കെ കേരളം 2ആയി വിഭജിക്കാറുണ്ടല്ലോ, അർജന്റീന ബ്രസീൽ എന്നൊക്കെ. എന്തായാലും കേരളത്തിലെ ഫുട്ബോളിനും വലിയ ആവേശമാകുന്ന, ആരാധകർക്ക് അതിലേറെ ആവേശമാകുന്ന ഒരു പ്രഖ്യാപനം ആണ് ഇത്. അതിന്റെ ഒരുക്കങ്ങൾ, അത് കേരള ഫുട്ബോളിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകും? അഭിലാഷ്, അപർണ, ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ലയണൽ മെസ്സി എത്തുമെന്നുള്ള സ്ഥിരീകരണമാണ്. പക്ഷേ ഈ സ്ഥിരീകരണം ലഭിക്കുമ്പോൾ പോലും ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുമ്പിലുണ്ട് എന്ന് പറയാതെ വയ്യ. അതായത് അർജന്റീന ടീം 2 പ്രദർശന മത്സരങ്ങൾ കളിച്ച് തിരികെ പോകുന്നതിന്റെ ഏകദേശ ചിലവ് അർജന്റീനയ്ക്ക് മാത്രം നൽകേണ്ടത് ഏതാണ്ട് 75 മുതൽ 100 കോടി രൂപയാണ്. അതായത് കായിക മന്ത്രാലയത്തിന്റെ ഒരു പൊതു വിലയിരുത്തലനുസരിച്ച് ഏകദേശം 200 കോടി രൂപ മൊത്തത്തിൽ വേണ്ടിവരും. അതിന് കാര്യം എന്തെന്നാൽ എതിരാളികളായി വരുന്ന ടീം ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ൽ ഉൾപ്പെടുന്ന ടീം ആണെങ്കിൽ മാത്രമേ കളിക്കുകയുള്ളൂ എന്നുള്ളതാണ് അർജന്റീനയുടെ പ്രധാനപ്പെട്ട കണ്ടീഷനിലൊന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ലഭിക്കാവുന്ന 2 ടീമുകളിലൊന്ന് അത് ഖത്തറും സൗദി അറേബ്യയും ജപ്പാനുമാണ്, ഏഷ്യൻ ടീമുകൾ എന്നുള്ള നിലയിൽ. ഇതിൽ ഏറ്റവും പ്രധാനമായും ഖത്തറിനെയും സൗദി അറേബ്യനെയും തന്നെയാണ് പരിഗണിക്കുന്നത്. ജപ്പാൻ അത്രയും മേൽ പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ജപ്പാൻ നിലവിലത്തെ റാങ്കിങ്ങിൽ ഏതാണ്ട് 15ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്നു. അപ്പോൾ ജപ്പാൻ എത്തിയാൽ കൂടുതൽ ചെലവേറും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ AFA എന്ന് പറയുന്നത്, നമ്മൾ ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനെ അതിരൂക്ഷമായി വിമർശിക്കാറുണ്ട് അഴിമതിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാര്യത്തിലുമൊക്കെ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ കാര്യം അതിലേറെ പരിതാപകരമാണ്. സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ലയണൽ മെസ്സിയുടെ കയ്യിൽ നിന്ന് കാശ് നൽകി പോലും ആ ഫെഡറേഷനെ നിലനിർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു വശം. എന്താണെങ്കിലും ഈ കേരളത്തിന്റെ ഈ ആവശ്യത്തോട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പോസിറ്റീവായി പ്രതികരിച്ചു. അവർ താല്പര്യപ്പെട്ടിരുന്നു കേരളത്തിൽ മത്സരം സംഘടിപ്പിക്കാൻ. അങ്ങനെ അവർ സമ്മതിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ കോർട്ടിലാണ് പന്ത്. അവരാണ് ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്നുള്ള വാക്ക് നൽകിയത്. ഇനി യൂറോപ്പിൽ നടക്കുന്ന UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ ആ സീസൺ എൻഡോടുകൂടിയാണ് അടുത്ത ഒരു ഫ്രീ സീസൺ തുടങ്ങുന്നത്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ സമയങ്ങളിലായിരിക്കും ഒരു മത്സരം സാധ്യമാകുക എന്നുള്ളത്. പക്ഷേ അപ്പോഴുള്ള മറ്റൊരു പ്രശ്നം, ലയണൽ മെസ്സി കളിക്കുന്നത് MLS-ലാണ്, അമേരിക്കയിൽ ഫുട്ബോൾ മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ പീക്കിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അങ്ങനെയെങ്കിൽ അത് സെപ്റ്റംബർ, ഒക്ടോബറിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇനി അവിടെയുള്ള മറ്റൊരു പ്രശ്നം, ഈ 8 മാസങ്ങൾക്കിപ്പുറം അടുത്ത വേൾഡ് കപ്പ് വരികയാണ്. 2026 ഫുട്ബോൾ വേൾഡ് കപ്പാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പ്രദർശന മത്സരമാണ്, എക്സിബിഷൻ മാച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാച്ചാണ്. എങ്കിൽ പോലും അവിടെ ലയണൽ മെസ്സിയെ പോലുള്ള സൂപ്പർ താരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും കായിക മന്ത്രി ഉറപ്പിച്ചു പറയുന്നു, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വാഗ്ദാന പ്രകാരം മെസ്സി എത്തുമെന്ന കാര്യത്തിൽ. എവിടെ ആയിരിക്കും ഈ മത്സരം നടക്കുക എന്നുള്ളത് കൂടിയായിരിക്കും മലയാളികൾ ഉറ്റുനോക്കുന്നത്. നേരത്തെ മഞ്ചേരി പയ്യനാട് പറഞ്ഞു, പക്ഷേ അത്രയും കാണികളൊക്കെ ഉൾക്കൊള്ളാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഏകദേശം ആ സ്ഥലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി ആയിരിക്കുമോ? കൊച്ചിയുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ
കേരളത്തിൽ ഒറ്റ ഒരിടം മാത്രം തിരുവനന്തപുരം ഉണ്ടാകില്ല. കൊച്ചിയിലായിരിക്കും രണ്ട് മത്സരങ്ങളും കൊച്ചിയിൽ തന്നെ നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. കാരണം കൊച്ചിയിൽ ഒരു 2 ദിവസത്തെ ഇടവേളകളിൽ ഈ മത്സരം നടത്തുക എന്നുള്ളതാണ് നിലവിലത്തെ പ്ലാൻ. കാരണം കൊച്ചിയിൽ നടത്തുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ഘടകങ്ങളുണ്ട്. 7 സ്റ്റാർ ലെവലുള്ള ഒരു ഹോട്ടലിൽ തന്നെ താമസം വേണമെന്നുള്ളതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു ഡിമാൻഡുകളിലൊന്ന്. അപ്പോൾ അത്തരമൊരു സാധ്യത. മറ്റൊന്ന്, എതിരാളികളായി വരുന്ന ടീമിനെയും ഉൾക്കൊള്ളിക്കാൻ പാകത്തിനുള്ള ഒരിടം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളെത്തും, പ്രമുഖ വ്യക്തിത്വങ്ങളെത്തും. ഇവരെയൊക്കെ ചേർത്ത് സുരക്ഷ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി. തിരുവനന്തപുരത്ത് മത്സരം സംഘടിപ്പിക്കുക എന്നുള്ളത് അപ്രായോഗികമാകുന്നത് എങ്ങനെയാണ്? ഈ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അത് കൃത്യമായും ക്രിക്കറ്റിന് വേണ്ടി മാത്രം പാകത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ടർഫാണ്. അതിന്റെ സ്ലോപ്പ് പോലും നമുക്ക് കണ്ടാൽ അറിയാം. അതിന്റെ ഡ്രെയിനേജ് വളരെ കൃത്യമായി ക്രിക്കറ്റിന് മാത്രം പരുവപ്പെട്ട രീതിയിലാണ്. കേരളത്തിൽ ഒരു ഫുട്ബോൾ നടത്താൻ ഇത്തരത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഫിഫ അംഗീകാര ടർഫായിട്ടുള്ള കൊച്ചിയിൽ മാത്രമാണ്. സുരക്ഷ, താരങ്ങളുടെ താമസം, 7 സ്റ്റാർ ലെവൽ, ഇതെല്ലാം പരിഗണിച്ചേ മതിയാകൂ. അങ്ങനെ കൊച്ചിയിലേക്കാണ് അർജന്റീന എത്തുന്നത്. പക്ഷേ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഏറെയാണ് എന്നാണ് എൽദോപ്പോൾ പുതുശ്ശേരി റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് സംഭവിക്കട്ടെ എന്ന്